കൊമ്പൻചെല്ലി മേളിലെ കൂമ്പൊക്കെ വന്ന് കടിച്ചു. അതെ. ചെമ്പനാണെങ്കിൽ മണ്ട തുറന്ന് അകത്ത് കയറി മുട്ടയിട്ട് വിരിഞ്ഞ് പുഴുവായി മണ്ട മറിയുമ്പോഴാണ് കർഷകർ അറിയുന്നത്. 1 ലിറ്റർ വെള്ളത്തിന് 2 തുള്ളി മാറ്റി ഒഴിക്കരുത്, തടിയോട് ചേർത്ത് ഒഴിക്കുക. ചീര, വെണ്ട ഇത് എൻ്റെ മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം വളർത്തുന്നു. ദിവസവും 1-2 പ്രാവശ്യം 2 മിനിറ്റ് ഇളക്കുക. 1-2-3 തെങ്ങുകളല്ല എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നിങ്ങൾ ഏത് തെങ്ങ് വേണം നോക്കിയോളൂ. അണ്ണാനും കിളികളൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ വന്നപ്പോൾ തന്നെ കിളികളൊക്കെ പറന്നു പോയിട്ടുണ്ട്. അവർ വന്നിരിക്കും, അവർ നോക്കും, ശ്രമിക്കും ഇത് തിന്നാനായിട്ട്. പക്ഷെ അവർക്ക് ഭക്ഷിക്കാൻ സാധിക്കില്ല. സൈലന്റ് വാലിയുടെ താഴ്വാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന ഉറവ വെള്ളങ്ങളാണ് ഈ കാണുന്നത്, ഈ ചോലയിൽ കൂടെ ഒലിക്കുന്നത്. കാള നല്ല കരുത്തുള്ളതായിരുന്നു. അപ്പോൾ ഒരു തൊഴി കിട്ടി കാണണം കടുവയ്ക്ക്. കടുവ ഓടിപ്പോയി. കടുവയും പുലി, ആന എല്ലാം ഉണ്ട്. അതെ, അവരോട്ടൊക്കെ ഒത്തിണങ്ങി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തങ്ങ് ജീവിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത് അവരിൽ ഓരോരുത്തർക്കും 5 ബോട്ടിൽ വീതം സൗജന്യമായി അയച്ചു കൊടുക്കുന്നതാണ്. സാർ നമസ്കാരം. നമസ്കാരം. ആസാ സാറിനെയും നമ്മുടെ സസ്യസൗഖ്യയും കേരളത്തിലെ കർഷകർക്കോ കൃഷിയെ സ്നേഹിക്കുന്നവർക്കോ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ ചാനൽ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ കൃഷിയിടവും തോട്ടവും എല്ലാം നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ആസാദ് ചെറിയാൻ. ഇവിടെ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കേരള എസ്റ്റേറ്റ് വില്ലേജിലാണ് എൻ്റെ തോട്ടം. ഇവിടെ എനിക്ക് 25 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ പലതരം കൃഷികളുണ്ട്. ഒരു സമ്മിശ്ര കൃഷിയാണ്. ഏറ്റവും മുകളിൽ നനയ്ക്കാൻ സൗകര്യമൊക്കെ കുറവുള്ളിടത്ത് റബ്ബർ വെച്ചിരിക്കുകയാണ്. അതിന് താഴെ കവുങ്ങുണ്ട്. പിന്നെ വീടിൻ്റെ പരിസരമൊക്കെ തെങ്ങ് വെച്ചിരിക്കുകയാണ്. ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് കവുങ്ങിൻ്റെ ഇടയ്ക്കും ജാതിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ കൃഷിയുടെ രീതി. ഏകദേശമുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും കൃഷിക്കുള്ള എല്ലാ സാധനങ്ങളും ഈ നമ്മുടെ ഈ 25 ഏക്കറിനുള്ളിലുണ്ട്. ഇത് കൂടാതെ മിക്കവാറും എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട്. ഫ്രൂട്ട് ട്രീസ്, റംബുട്ടാൻ, ഫിലോസാൻ, മാംഗോസ്റ്റിൻ തന്നെ എനിക്ക് ഒരു 50 മാംഗോസ്റ്റിൻ ഉണ്ട്. 1 ഏക്കർ മാംഗോസ്റ്റിൻ തന്നെയുണ്ട്. പിന്നെ പലയിടത്തായിട്ടും വേറെ മാംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 50 മാംഗോസ്റ്റിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീസണിൽ അതൊരു വരുമാനമാണ്. സീസണിൽ നല്ലൊരു വരുമാനമാണ്. അതെ അതെ. അത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയാൻ വന്നത് സാറിൻ്റെ കൃഷി രീതി ഒന്ന് പരിചയപ്പെടുത്തുക. സാറ് കൃഷിക്ക് വേണ്ടിയിട്ട് സാറ് തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു മരുന്നുണ്ട്, ഒരു അത്ഭുത മരുന്നുണ്ട്. ഇത് ജനങ്ങളിലേക്ക് എത്തി. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഒത്തിരി പേര് സാറിൻ്റെ നിന്ന് ആ മരുന്ന് ഓർഡർ ചെയ്ത് വാങ്ങി നമുക്ക് തന്നെ ഒത്തിരി പേഴ്സണലായിട്ട് നമുക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നല്ലതാണ്, അത്രയും ഉപയോഗം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാമോ? അതിലേക്ക് എത്താനുള്ള കാര്യവും അതെങ്ങനെയാണ് സാർ വികസിപ്പിച്ചെടുത്തതെന്നൊന്ന് പറയാമോ? അതെ. അപ്പോൾ എൻ്റെ കൃഷി രീതിയിൽ ഞാൻ ജൈവ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഒരു നുള്ള് രാസവളം പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് ആ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. രാസവളം ആവശ്യമില്ല. അത് പിന്നെ അപ്പോൾ കീടനാശിനികൾ, അതാണ് ചോദ്യം. രാസകീടനാശിനികളാണല്ലോ, അത് ഞാൻ ഉപയോഗിച്ചിരുന്നു, നല്ലപോലെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതും എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്, മാനസികമായ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ജൈവവളം ഉപയോഗിച്ചിട്ട് രാസകീടനാശിനിയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കൊരു മനപ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിന് പല പരീക്ഷണവും നിരീക്ഷണവും ശേഷം ഒരു ഹോമിയോ മരുന്ന് ഞാൻ കണ്ടെത്തി. ഈ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ഈ രാസകീടനാശിനികളിൽ ആശ്രയിക്കാതെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തെങ്ങിന് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ വണ്ടുകളാണ്. അതെ. വണ്ടുകൾ 2 തരം വണ്ടുണ്ട്. ഒന്ന് കൊമ്പൻ ചെല്ലിയും മറ്റേത് ചെമ്പൻ ചെല്ലി. കൊമ്പൻ ചെല്ലി മേളിലെ കൂമ്പൊക്കെ വന്ന് കടിച്ചു. ചെമ്പനാണെങ്കിൽ മണ്ട തുറന്ന് അകത്ത് കയറി മുട്ടയിട്ട് വിരിഞ്ഞ് പുഴുവായി മണ്ട മറിയുമ്പോഴാണ് കർഷകർ അറിയുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സസ്യസൗഖ്യ എന്നൊരു മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സസ്യസൗഖ്യ ഇത് വെറും 2 തുള്ളി മതി 1 ലിറ്റർ വെള്ളത്തിൽ. തെങ്ങിന് 2 തുള്ളി ചേർത്ത 2 തുള്ളി വീതം ചേർത്ത 2 ലിറ്റർ വേണം. അപ്പോൾ 2 ലിറ്റർ 4 തുള്ളിയാണ് വേണ്ടത്. ഇത് തടിയോട് ചേർത്ത് ഒഴിക്കണം.
മാറ്റി ഒഴിക്കരുത്, തടിയോട് ചേർത്തും ചുറ്റുപാട് ഒഴിക്കുക. ഇത് കവുങ്ങിന് ഉപയോഗിക്കാം. കവുങ്ങിന് 1 ലിറ്റർ മതി. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി, അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ എനിക്ക് എൻ്റെ മരുന്ന് വെജ് ഗാർഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. വെജ് ഗാർഡ് കൃഷിക്കാർ പലരും പച്ചക്കറി കൃഷി ചെയ്യും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. അപ്പോൾ അവർക്ക് പൊതുവെ നിസ്സഹായരാണ്. അവർ ഇത് കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് കീടനാശിനികൾ, ഈ രാസകീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇത് വെജ് ഗാർഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 6 തുള്ളി വേണം 1 ലിറ്റർ വെള്ളത്തിൽ. 6 തുള്ളി വേണം. റബ്ബറിന് കർഷകർക്ക് ചീക്ക് ഉണ്ടാകാറുണ്ട്. റബ്ബർ കർഷകരുടെ പ്രശ്നം ഈ ചീക്ക് ഉണ്ടാകുകയാണ് റബ്ബർ മരങ്ങൾക്ക്. അപ്പോൾ അതിന് P&D റെമഡി എന്ന് പറയുന്ന ഒരു മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. P&D റെമഡി. അതെ, അതിന് 3 തുള്ളി മതി. 1 ലിറ്റർ വെള്ളത്തിൽ 3 തുള്ളി കലർത്തിയിട്ട് ഈ ചീക്ക് വന്ന ഭാഗത്ത് ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുക. പിന്നെ ചുവട്ടിൽ ഓരോ ലിറ്റർ ഒഴിക്കുകയും ചെയ്താൽ നമുക്ക് ഈ ചീക്കിനെ നമുക്ക് നല്ലതായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. ഈ ചീക്ക് എന്ന് പറയുന്നത് റബ്ബർ പൊട്ടി പാല് പൊട്ടി ഒലിക്കുന്നതാണ്. മഴക്കാലത്തുണ്ടാകുന്ന ഒരു രോഗമാണ് റബ്ബറിന്. രാസകീടനാശികൾ ഉപയോഗിക്കുന്നത് 1 ലിറ്ററിൽ 5 ml ആണ്. 1 ml എന്ന് പറയുന്നത് 20 തുള്ളിയാണ്. 20 തുള്ളി വരും. അപ്പോൾ 5 ml ആകുമ്പോൾ 100 തുള്ളിയായി. ഈ 100 തുള്ളി രാസകീടനാശിനിയുടെ സ്ഥാനത്ത് എൻ്റെ മരുന്ന് ഈ സസ്യസൗഖ്യ അല്ല വെജ് ഗാർഡ് എന്നുള്ള മരുന്ന് വെറും 6 തുള്ളി, അല്ലെങ്കിൽ തെങ്ങിനാണെങ്കിൽ 2 തുള്ളി മതി 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ അതൊരു നല്ല വ്യത്യാസമാണ്. അതനുസരിച്ചുള്ള ദോഷങ്ങളെ മണ്ണിലുണ്ടാവുന്നുള്ളൂ. ഈ രാസകീടനാശികളിൽ മണ്ണിൽ ഹോമിയോ മരുന്നാണല്ലോ, ഹോമിയോ മരുന്നാണ്. ദോഷം ഇനി അത് മണ്ണിൽ നിന്നല്ല, ഇനി സ്വല്പം അറിയാതെ നമ്മുടെ സ്വന്തം ശരീരത്തിൽ അകത്ത് ചെന്നാലും നമുക്ക് ദോഷമൊന്നും. സാർ കഴിഞ്ഞ വീഡിയോക്ക് അത് നമുക്ക് തെളിയിച്ചു തന്നു. അത് കുടിച്ച് കാണിച്ചു. അതെ, അത് നമ്മളെ എല്ലാ പ്രോഡക്റ്റും സാർ കുടിച്ച് കാണിച്ചു. ഇപ്പോൾ സാറേ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി പേരുടെ ഒരു ഡൗട്ടാണ് നമ്മുടെ വെജ് ഗാർഡ്, അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഏതാണ് വാഴ കൃഷിക്കും നെൽകൃഷിക്കും. ഒരുപാട് കർഷകർ നമുക്ക് കമൻ്റായിട്ട് ചോദിച്ചതാണ് നെൽകൃഷിക്കും വാഴ കൃഷിക്കും നമ്മുടെ ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ അത് ഏതായിരിക്കും? നമ്മുടെ വെജ് ഗാർഡാണ്. വെജ് ഗാർഡ് തന്നെ. വെജ് ഗാർഡ് വെച്ചാൽ വാഴയ്ക്ക് ഒരു വലിയൊരു പ്രശ്നം പുഴു ഉണ്ടാവും. പിണ്ടിപ്പുഴു, പിണ്ടിപ്പുഴു. അപ്പോൾ ഈ പിണ്ടിപ്പുഴുവിന് ഈ വെജ് ഗാർഡ് ഉപയോഗിച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വീതം ചേർത്ത് ഉപയോഗിച്ചാൽ മേളിൽ കൂമ്പിലും ഒഴിച്ചു കൊടുക്കുക, ഓരോ കവിളുകളിലും ഒഴിച്ചു കൊടുക്കുക. സ്പ്രേ ചെയ്താൽ മതി, അത് ഒഴിക്കണമെന്നില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചുവട്ടിൽ ഒരു വാഴയ്ക്ക് 1 ലിറ്റർ വെച്ച് ഒഴിക്കണം. അങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒഴിക്കുക. ഈ തണ്ട് തുരപ്പൻ്റെ ശല്യം ഒഴിവാകും. കണ്ണൂരിൽ ഒരു നെല്ല് കർഷകൻ, അയാൾക്ക് വലിയ പ്രശ്നമായിരുന്നു. ഈ പക്ഷികളും ഒക്കെ വന്ന് നെല്ല് ഈ വിതച്ച് കഴിഞ്ഞാൽ അവരുടെ വിത്തെല്ലാം എടുത്തുകൊണ്ട് പോവുക. പിന്നെ വിളഞ്ഞു കഴിഞ്ഞാലും നെല്ലൊക്കെ ഇത് പക്ഷികളിൽ നിന്ന് നല്ല ശല്യം ഉണ്ട്. അതെ, ഈ വെജ് ഗാർഡ് അയാൾ മൊത്തം തടിച്ചു. പിന്നെ ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അനുഭവമുണ്ട്. മരുന്നുകൾ 3 പാക്കിംഗ് ഉണ്ട്. ഒന്ന് ചെറിയ കർഷകരും വീട്ടമ്മമാർക്കും പച്ചക്കറിക്ക് ഉപയോഗിക്കാനായിട്ട് വെറും 15 മില്ലി. 15 മില്ലിക്ക് 130 രൂപയേ ഉള്ളൂ. 130 രൂപ. പിന്നെ അതിൻ്റെ വലുത് 30 മില്ലിയുടെ 30 മില്ലി. അതിന് 255 രൂപയാണ്. 255 രൂപ. ഇത് സസ്യസൗഖ്യമായിരുന്നാലും വെജ് ഗാർഡ് ആയിരുന്നാലും വിലയില്ലാതെ തന്നെയാണ്. സെയിമാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ സസ്യസൗഖ്യ ഈ തെങ്ങ് കർഷകരും കവുങ്ങ് കർഷകരും കൂടുതൽ തോട്ടങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ആയിട്ട് ഒരു 100 മില്ലിയുടെ കുപ്പികളുമുണ്ട്. ഈ 100 മില്ലി കൊണ്ട് നമുക്ക് എത്ര ലിറ്റർ ഉണ്ടാക്കാൻ പറ്റും? എത്ര ലിറ്ററാണ്? നമുക്ക് ഇത് 1 ലിറ്റർ 2 തുള്ളി ആകുമ്പോൾ 1000 ലിറ്റർ ഉണ്ടാക്കാം. 1000 ലിറ്റർ ഉണ്ടാക്കാം ഈ ഒരൊറ്റ ചെറിയ ഒറ്റത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ 2000 തുള്ളിയുണ്ട്. 2000 തുള്ളി. അതെ. അപ്പോൾ നമുക്ക് 500 തെങ്ങിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു 50 തെങ്ങുള്ളതിനും പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതെ. അപ്പോൾ ഇത് നമുക്ക് 4 വർഷത്തെ ലൈഫുണ്ട്. 4 വർഷം.
ഷെൽഫ് ലൈഫുണ്ട്. അപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ അതിൻ്റെ കേടാവുമെന്നോ അതിന് ലൈഫ് കഴിയുമെന്നോ നമുക്ക് ഒരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ വലുത് വരുമ്പോൾ പ്രൈസ് എത്രയാണ് സാർ നമ്മൾ പറഞ്ഞത്? ഇതിന് 850 രൂപ. 850 രൂപയാണ്. നമുക്ക് കേരളത്തിൽ എവിടെ വേണോ ഡെലിവറി ചെയ്ത് കൊടുക്കാം? എവിടെ വേണേ. അത് കൊറിയർ വഴി അയക്കും. അതിൽ അവർ പോയി അവിടെ എടുത്താൽ മതി, കളക്ട് ചെയ്താൽ മതി. അവർക്ക് സൗകര്യമുള്ള. കൊറിയർ ചാർജ് നമുക്ക് അഡീഷണൽ വരും അല്ലേ? അത് വരും. കൊറിയർ ചാർജ് സാധാരണ കേരളത്തിൽ എവിടെയും ഞങ്ങൾ 50 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ. ഏത് പ്രോഡക്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 50 രൂപയാകും. അതിപ്പോൾ ഒന്നായിരുന്നാലും ബൾക്കായിരുന്നാലും നമുക്ക് 50. അതെ, അതിന് 20 കുപ്പിയാണെങ്കിലും 30 കുപ്പിയാണെങ്കിലും ഞങ്ങൾ 50 രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ നമുക്ക് ബൾക്കായിട്ട് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഷോർട്ടേജ് കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ? ഇല്ല, വരത്തില്ല. നല്ല എപ്പോഴും ഉണ്ട്, സ്റ്റോക്ക് എപ്പോഴും ഉണ്ട്. പണ്ട് സാറ് ആദ്യം തുടങ്ങിയത് ഒരു നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് നമ്മളെ കർഷകർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ അങ്ങനെയല്ല, അതിപ്പോ നമുക്ക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് എൻ്റെ ഉണ്ട്. കേരളത്തിലെ ഏകദേശം എല്ലാ കർഷകരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കൂടാതെ ഇപ്പം പുറത്തോട്ടൊക്കെ കർണാടകയിലൊക്കെ മാംഗ്ലൂരിലൊക്കെ സെയിലുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മാംഗ്ലൂരിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് ചില പ്രദേശങ്ങളിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ കായ്ഫലം കിട്ടാനും നമുക്ക് അതിനുണ്ടാകുന്ന പെസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏതാണ് ഉപയോഗിക്കേണ്ടത്? അത് സസ്യസൗഖ്യം ഉപയോഗിച്ചാൽ ഫ്രൂട്ട് ട്രീസിനെല്ലാം സസ്യസൗഖ്യം ഉപയോഗിച്ചാൽ മതി. പിന്നെ പക്ഷികളെയൊക്കെ അവിടെ സപ്പോർട്ട കണ്ടില്ലേ, സപ്പോർട്ടയ്ക്കൊക്കെ ഈ സസ്യസൗഖ്യ സ്പ്രേ ചെയ്താൽ അത് 2 തുള്ളി മതി. 1 ലിറ്റർ വെള്ളം. പക്ഷേ 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചൂടിൽ അതിന്റെ മരത്തിന്റെ വണ്ണം അനുസരിച്ച് 1-2 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. മാവിന് അത് എല്ലാവർക്കും മാവ് ഇനി സീസൺ ആകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് മാവ് പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ അടിച്ചു കൊടുക്കുക. എന്നാൽ ഇത് ചൂടിൽ ഒഴിച്ചും കൊടുക്കുക. എന്നാൽ ഈ പൂവിൻ്റെ സ്റ്റേജിൽ തന്നെ ഇത് അകത്ത് കയറും, പുഴു കയറും. അപ്പോൾ അത് തടയാനായിട്ട് ആദ്യം മുതൽ പൂത്ത് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മാവിന് ഒന്ന് എത്തുന്ന ഹൈറ്റ് വരെ, വലിയ മാവൊക്കെ ആണെങ്കിൽ മുകളിൽ തളിക്കേണ്ടെന്ന് ആവശ്യമില്ല, എത്തുന്ന ഹൈറ്റ് വരെ തളിക്കുക. എന്നിട്ട് ചൂടിലൊഴിച്ചു കൊടുക്കുക അതിന്റെ വണ്ണം അനുസരിച്ചിട്ട്. ഇത് നമ്മളൊരു പെസ്റ്റിസൈഡ് അല്ല സാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ചെടിയെ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് അടിക്കേണ്ട കാര്യമില്ല. ചെടിയൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവറാണ്. രോഗങ്ങൾ ഇല്ലെങ്കിൽ വളർച്ചയുണ്ടാവും. വളം പലരും എന്നോട് ചോദിക്കും, ഇത് വളമാണോ? അതെ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറ്റിയതും അതാണ്. നമ്മൾ ഫെർട്ടിലൈസർ എന്നാണ് കൊടുത്തിരുന്നത്. അത് ഫെർട്ടിലൈസർ അല്ല. ഇത് ഫെർട്ടിലൈസർ അല്ല. ഇത് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും, രോഗങ്ങളെ നല്ലപോലെ പ്രതിരോധിക്കുന്നുണ്ട്. അതനുസരിച്ച് വളർച്ച കിട്ടും, ഗ്രോത്ത് കൂടും. അതായത് ചെടിയൊക്കെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് അത് നേടിയെടുക്കുന്ന ഒരു ഇതാണല്ലേ വളർച്ച. അപ്പോൾ കീടങ്ങളൊന്നും ആക്രമിക്കില്ല, കുമിളി രോഗമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആരോഗ്യം ഉണ്ടാകുമ്പോൾ വളർച്ചയുണ്ടാവും. അതെ. നമ്മളിവിടെ ഉള്ള എല്ലാ തെങ്ങുകൾക്കും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, എവിടെയെങ്കിലും കീടങ്ങൾ ബാധിച്ചതായിട്ട് ഒരു ഓല പോലും വെട്ടിയിട്ടില്ല. സാധാരണ തെങ്ങിന് വരുന്ന തെങ്ങ് കർഷകർ ഏറ്റവും വലിയ വിഷയം ഈ വി ഷേപ്പിന് വെട്ടി കത്രി കൊണ്ട് മുറിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഒരു കാണില്ല. നമുക്ക് ബാക്കിയുള്ളതൊന്ന് നോക്കാമല്ലോ, ഇങ്ങോട്ടുള്ള നമ്മുടെ തോട്ടം കാണാം. പല കർഷകർക്കും അറിയാത്ത കാര്യം, ഈ മാകാളി എന്ന് പറയുന്ന ഒരു കുമിൾ രോഗം, അത് കവുങ്ങിനെയും ബാധിക്കും തെങ്ങിനെയും ബാധിക്കുന്നുണ്ട് ഒരുപോലെയാണ്. അപ്പോൾ അത് മഴക്കാലത്താണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത്, മഴ കൂടുമ്പോൾ. അപ്പോൾ ഇത് മുറയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, മഴക്കാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ മാകാളി പിടിക്കില്ല, മാറ്റി നിർത്താം. അതിനു മുമ്പ് ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് എല്ലാ വർഷവും 2-3 പ്രാവശ്യം വലിയ ചെലവ് നേരിട്ട് ഞാൻ ഈ ബോഡോമിസ്റ്റർ തളിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 2-3 വർഷമായിട്ട് ബോഡോമിസ്റ്റർ തളിപ്പൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലായി. ഇത് തക്ക സമയത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ചെറിയ മഴയുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ബോഡോമിസ്റ്റർ ഒരു മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഈ മരത്തെ കയറാൻ തന്നെ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഇത് മരത്തെ കയറേണ്ട ആവശ്യമില്ല, മേളിലെങ്ങും തളിക്കേണ്ട കാര്യമില്ല, ചുവട്ടിലൊഴിച്ചാൽ മതി. അപ്പോൾ ഇതൊരു വലിയ സൗകര്യം, ഒരു അനുഗ്രഹമാണ് കർഷകർക്ക്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ ക്രമം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കുക്കറിനകത്ത് 10 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിന് 2 തുള്ളി. അപ്പോൾ 10 ലിറ്ററിന് 20 തുള്ളി വേണം. 20 തുള്ളി എന്നത് ഒഴിക്കാൻ പോവാം. 1, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 തുള്ളി ഒഴിച്ച് ഈ ഒരു കപ്പെടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? അതെ.
മിക്സ് ചെയ്ത് ഇത് 2 ലിറ്ററിൻ്റെ പാത്രമാണ്. ആ ഒരു തെങ്ങിന് നമ്മൾ 2 ലിറ്റർ ഒഴിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ 2 ലിറ്റർ ഒഴിക്കുന്നത് ചുറ്റും മാറ്റി ഒഴിക്കരുത്, തടിയോട് ചേർത്ത് തന്നെ ഒഴിക്കുക. ഓ, നമ്മൾ തടിയോട് ചേർത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. തടിയോട് ചേർത്ത് തന്നെ ഒഴിക്കുക. അതിന് മുന്നേ നമുക്ക് തടം വെട്ടണം, വൃത്തിയാക്കണം, അങ്ങനെ വല്ലതുണ്ടോ? ഒരു വൃത്തിയായിട്ട് കിടക്കുന്നതാണ് നല്ലത്. നല്ലത്. കാടൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ഒന്ന് വെട്ടിക്കൊടുക്കുക. ഈ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി എത്ര ഡ്യൂറേഷൻ വേണം അടുത്തൊരു ഇന്റർവെൽ ഇത് ഒഴിക്കാൻ? ഒഴിച്ചു കഴിഞ്ഞൊരു 3 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ചെയ്യുക. 3 ആഴ്ച കഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞ് വിട്ട് ചെയ്ത് കൊടുക്കുക. ഈ ചെല്ലികളുടെ ശല്യമൊക്കെ നമുക്ക് അകറ്റി നിർത്താം. അതിലൂടെ തന്നെ നമുക്ക് കായ്ഫലവും കായ്ഫലം തീർച്ചയായിട്ടും കൂടുതൽ കിട്ടും. കവുങ്ങിന് 1 ലിറ്റർ മതി. 1 ലിറ്റർ മതി. അപ്പോൾ ഇവിടെ 2 കുള്ളൻ കവുങ്ങുകൾ നിൽപ്പുണ്ട്. 2 കുള്ളൻ കവുങ്ങുകൾ. അതെ, അതിന് നമുക്ക് ഓരോ ലിറ്റർ ഒഴിക്കാം. ഇത് 2 ലിറ്ററിൻ്റെ കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഒരെണ്ണത്തിനും മറ്റേ ബാക്കി പകുതി മറ്റേതിനും ഒഴിച്ചു കൊടുക്കാം. ഇതിന് നേരത്തെ തെങ്ങിന് പറഞ്ഞ പോലെ ചുറ്റും ഒഴിക്കുക. തടിയോട് ചേർത്ത് ഒഴിക്കുക. ചുറ്റും ഒഴിച്ചു കൊടുക്കണം അല്ലേ? അതെ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ വെജിഗാർഡ് ഇത് പുഴുക്കളെല്ലാം നല്ലതായിട്ട്, കുമിളുകളെല്ലാം നല്ലതായിട്ട് പ്രതിരോധിക്കും. ഇത് 6 തുള്ളി വേണം. സസ്യസൗഖ്യം 2 തുള്ളി ആ സ്ഥാനത്ത് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ലിറ്ററിന് 6 തുള്ളി വെച്ച് ചേർക്കുക. ഇതിപ്പോൾ നമ്മൾ എത്ര ലിറ്റർ വെള്ളത്തിലാണ് സാർ എടുത്തത്? ഇത് സുമാർ ഒരു 7 ലിറ്റർ അതിനുള്ളതാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി കണക്കിൽ നമ്മൾ മരുന്ന് ചേർത്തിട്ടുണ്ട്, വെജിഗാർഡ്. അപ്പോൾ ഇത് ചീര, വെണ്ട, ഇത് എൻ്റെ മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം വളർത്തുന്നതാണല്ലേ ഇത്. അപ്പോൾ ഇത് വഴുതനയാണ്. ഒരു മാസമായി അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. കുറച്ച് കീടങ്ങളൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാറിന്റെ ഓരോ പരീക്ഷണങ്ങൾക്ക് വളർത്തുന്നതാണ്, അല്ലാതെ നമ്മൾ ഉപയോഗത്തിനല്ല. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ചീരയൊക്കെ നമുക്ക് ഈസിയായിട്ട് വളർത്താം. നമുക്ക് ഒരു പച്ചില കറി വെക്കുന്നതിന് വളരെ സൗകര്യമാണ്. ഇത് മരുന്ന് വിഷമൊന്നുമല്ല. ഭക്ഷണം അകത്തോട്ട് ചെന്നാൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് നോക്കാം, യാതൊരു പ്രശ്നവുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ തൊഴുത്താണ്. ഇപ്പോൾ 3 പശുക്കളേ ഉള്ളൂ. 2 പശുവും ഒരു കാളയുമാണുള്ളത്. നേരത്തെ ഒരു കാളയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നിർഭാഗ്യവശാൽ ഒരു കടുവ വന്ന് പിടിച്ചു കൊന്നു. കടുവയുടെ ശല്യം ഇവിടെ കൂടുതലാണ്. കടുവയുടെ ശല്യം, കടുവയും പുലി, ആന എല്ലാം ഉണ്ട്. അതെ. അവരുമായിട്ടൊക്കെ ഒത്തിണങ്ങി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തങ്ങ് ജീവിക്കുകയാണ്. പ്രകൃതിയിലുള്ളതാണല്ലോ. അതെ. എല്ലാം ചാണകവും മൂത്രവും എല്ലാം ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ ശേഖരിച്ച് അത് നിറയുമ്പോൾ ഞങ്ങളിത് പമ്പ് ചെയ്യുക. അതിൻ്റെ പമ്പായിരിക്കുന്നത് ഈ ചാണകവെള്ളം അടിക്കാനുള്ള പ്രത്യേക പമ്പാണ്. സാധാരണ പമ്പിൽ പോവില്ല. സാധാ പമ്പല്ല. നമ്മളെ കൃഷി ആവശ്യങ്ങൾക്ക് അടിച്ച് ഡയറക്റ്റ് കൊണ്ടുപോവുകയാണ്. ഡയറക്റ്റായിട്ട് കൃഷിക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഗോമൂത്രവും തൊഴുത്ത് കഴുകുന്ന വെള്ളവും കുറച്ച് ചാണകത്തിൻ്റെ ഭാഗങ്ങൾ, ചാണകം മെയിനായിട്ടുള്ളത് എടുത്ത് എല്ലാ ദിവസവും രാവിലെ കുഴിക്കകത്തുള്ളൂ. ഈ കുഴിയിലിടും. അതെ. ബാക്കിയുള്ളത് നമ്മൾ ഈ പൈപ്പ് വഴി അടിച്ചതിൽ ആക്കുകയാണ്. പിന്നെ ഒരു 5-6 മാസം കൂടുമ്പോൾ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടും. അത് വെള്ളമെല്ലാം മലിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ ഷെഡ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിന്റെ മൈക്രോ ബാക്ടീരിയസ് ഒന്നും നഷ്ടപ്പെടില്ല. അതെ. എൻ്റെ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയാണ് ഈ വനം. അതും റിസർവ് ഫോറസ്റ്റാണ്.
സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ വന്യമൃഗങ്ങൾ ഇവിടെ എൻ്റെ തോട്ടങ്ങളിൽ വരാറുണ്ട്. സാർ നേരത്തെ പറഞ്ഞ നമ്മൾ പശുവിനെ അതെ അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കാട്ടുപന്നികളാണ്. കാട്ടുപന്നി ആനകൾ വരും, അതിൻ്റെ ശല്യമുണ്ട്. പിന്നെ കടുവയും പുലിയും ഉണ്ട്. കടുവ ഒരു 3 മാസം മുമ്പേ ഇവിടെ കെട്ടിയിരുന്ന ഒരു കാള, സാർ നേരത്തെ പറഞ്ഞ കാള ഇവിടെയാണല്ലേ ഇത്? ഇവിടെ വെച്ചാ ഇവിടെ ആ കൊന്നയില കെട്ടിയിരിക്കുകയായിരുന്നു. അത് ജോലിക്കാരി അന്ന് വരാഞ്ഞുകൊണ്ട് രാത്രി ഇവിടെ തന്നെ കെട്ടിയിരുന്നു. അപ്പോൾ കടുവ രാത്രി വന്ന് ഇതിനെ ആക്രമിച്ച് ഈ കാള നല്ല കരുത്തുള്ളതായിരുന്നു. അപ്പോൾ ഒരു തൊഴി കിട്ടി കാണണം കടുവയ്ക്ക്. കടുവ ഓടിപ്പോയി. ഏതായാലും ഇത് കടുവ ഇതിനെ കഴുത്തിന് കടിച്ചിട്ടുണ്ടായിരുന്നു, തുടക്കി കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇതിനെ ഞങ്ങൾ ഇത് കണ്ടിട്ട് തൊഴുത്തിക്കൊണ്ട് കെട്ടി. പക്ഷെ അന്ന് ഉച്ചയോടുകൂടി അത് ചത്തുപോയി. അങ്ങനെ പറ്റിയതാണല്ലേ നമ്മൾ ഈ കമുക് അന്ന് ചരിഞ്ഞ കമുക. ഇത് തമ്മിലുള്ള യുദ്ധം ഇവിടെ വെച്ചാണ് നടന്നത്. അന്ന് ഇവിടെ എല്ലാം ഒരു ഉഴുതിട്ടിരിക്കുകയായിരുന്നു, മറിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ കമുക് ചരിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വെല്ലുവിളി നമുക്കുണ്ടല്ലേ? വെല്ലുവിളിയുണ്ട്, വലിയ വെല്ലുവിളി. കർഷകർക്ക് വെല്ലുവിളികൾ പലവിധമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വന്യമൃഗങ്ങളിൽ നിന്നുള്ള നല്ലൊരു വെല്ലുവിളിയുണ്ട്. ആനയായിരുന്നാലും പോത്തായിരുന്നാലും അല്ല കടുവയായിരുന്നാലും പന്നികളാണെങ്കിലും ഇവിടെയാണല്ലോ നമ്മളെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ആളെ കടുവ പിടിച്ചു എന്ന് പറഞ്ഞു. അതെ, ഒരാള് മരണപ്പെട്ടു ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ്. അത് പേപ്പറിലൊക്കെ വന്നതാണല്ലേ. കടുവ അയാളെ കടിച്ചു, അയാൾ മരിച്ചുപോയി. അത്രയും ഒരു സ്ഥലത്താണ്, റിസ്ക് ഉള്ള സ്ഥലമാണിത്. നമ്മൾ കുറച്ച് ജാതി വച്ചത് ഇതെല്ലാം ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നത് എന്താണ് സാർ? പ്രൂണിംഗ് ആണോ? എന്താണ് അത്? പ്രൂണിംഗ് അല്ല, അത് ആൺജാതിയായിരുന്നു. ആൺജാതിയായിരുന്നു. അപ്പോൾ അത് മുറിച്ച് അത് ആ കൊമ്പ് കടഞ്ഞിട്ട് അത് നമ്മൾ പെൺജാതിയുടെ ബഡ് ചെയ്തതാണ്. അങ്ങനെ ബഡ് ചെയ്തേക്കുന്നത്. അതെ. ഓക്കെ. അതിനുശേഷമുള്ളത് കായ പിടിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ പിസ്ത. അതെ, ആഫ്രിക്കൻ പിസ്ത. ഇതൊരു വിദേശിയാണ്. വിദേശിയാണ്. അതെ. അപ്പോൾ ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറിക്കുക, അത് തനിയെ ഇത് പൊട്ടിക്കീറിയിട്ട് അതിനകത്ത് ഓരോ കായകളുണ്ട്. അത് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അതെ. ഓക്കെ. നിറയെ കായ പിടിച്ചിട്ടുണ്ടല്ലേ? നിറയെ കായ പിടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത്രയും നല്ല വലിപ്പമാവൂല്ലേ ഈ കായ? ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ വലിപ്പം. ഇതാണ് മാക്സിമം. അതെ. മരുന്ന് ഈ ചെറിയ രീതിയിലുള്ള അറ്റാക്കൊക്കെ ആണെങ്കിൽ സസ്യസൗഖ്യം തന്നെ മതി. അത് 2 തുള്ളിയാണ്. അപ്പോൾ ഇത് നേരത്തെ അടിക്കുന്നതിന് മുമ്പ്, സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് വന്ന അറ്റാക്കാണിത്. ഈ കീടങ്ങൾ ആക്രമിച്ചത്. അങ്ങനെ ആയിപ്പോയത്. പിന്നെ ഞാൻ മുറയ്ക്കത് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ പുതിയ ഇലകൾക്കൊന്നും കുഴപ്പമില്ല. നാമ്പലുകളെല്ലാം നല്ല നാമ്പലായിട്ട് വരും. ഇത് നോക്കിയേ, ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതെ. മൊത്തം ഇലകൾ മുഴുവനും ഈ കീടങ്ങൾ ഭക്ഷിക്കുക. ഒരു കറുത്ത എന്തോ ഒരു ഇതായിട്ടിരിക്കുന്നുണ്ട്. അതെ. മരുന്നടിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് കാണുന്നത്. ഇപ്പോൾ ഇതിന് യാതൊരു പ്രശ്നമില്ല. അതിനൊരു കുഴപ്പമില്ല. ഈ എൻ്റെ തെങ്ങുകളെ അതിൻ്റെ കൊലകൾ പരിശോധിക്കുക. അതെ. അത് നിറഞ്ഞ നിപ്പുണ്ട്. 1, 2, 3 തെങ്ങുകളല്ല എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നിങ്ങൾ ഏത് തെങ്ങ് വേണം നോക്കിയോളൂ. അതെ, നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ തെങ്ങുകളും ഒരുപോലെ തന്നെ നല്ല കായ്ഫലം നിറഞ്ഞു നിപ്പുണ്ട്. അപ്പോൾ ഇതിന് പലരും ചോദിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു നുള്ളു രാസവളം പോലും ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് 5 കൊട്ട ചാണകം ഇതിന് കൊടുക്കും. കൂടാതെ 2 കിലോ വേപ്പും പിണ്ണാക്കിടും. ആകെ ഒരു വർഷത്തിൽ 2 കിലോ വേപ്പും പിണ്ണാക്കിടും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഈ ചാണകം ഇടുന്നതിന് മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് ജോളമൈറ്റ് ഒരു വർഷം 2 അല്ലെങ്കിൽ 2.5-3 കിലോ ഡോളമൈറ്റ് ഇട്ട് കൊടുക്കണം. അത് 2 പ്രാവശ്യമായിട്ട് ഇട്ടാൽ മതി. ഒരു 1.5 കിലോ വീതം അല്ലെങ്കിൽ ഓരോ കിലോ വീതം
ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ 2-3 ആഴ്ചയ്ക്ക് ശേഷം ചാണകവും ഈ വേപ്പും പിണ്ണാക്കും കൊടുത്താൽ മതി, കൊടുക്കുക. പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സസ്യസൗഖ്യം കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ തെങ്ങ് നിറച്ച് കായകളുണ്ടാവും. എൻ്റെ ഈ തെങ്ങിൻ്റെ ഓല അല്ലെങ്കിൽ പട്ട അത് നോക്കുക, എവിടെയും ഒരു കേടുമില്ല, വണ്ടുകൾക്കൊന്നും കടിക്കാനും പറ്റില്ല. ഈ സുഭാഷ് പലേക്കറിൻ്റെ 0 ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മാർഗ്ഗമാണിത്. ഇതിപ്പോൾ 200 ലിറ്റർ വെള്ളമുണ്ട്, ഇതിനകത്ത് ഒരു കൊട്ട ചാണകം, അതായത് 10 കിലോ ചാണകം, അതിൻ്റെ കൂടെ ഒരു 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ ഗോമൂത്രം, ഇതിൻ്റെ കൂട്ടത്തിൽ 2 കിലോ കടലപ്പിണ്ണാക്ക്, 2 കിലോ വേപ്പും പിണ്ണാക്ക്, ഇത്ര ഇട്ടിട്ട് ഇളക്കണം. മിക്സ് കറോ ദിവസവും 1-2 പ്രാവശ്യം 2 മിനിറ്റ് ഇളക്കുക. ഇതിങ്ങനെ ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 1-2 ഇത് ഇളക്കണം അല്ലേ? ഇളക്കിയെടുക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം ഇളക്കുക. ബസ് അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം ഓരോ തെങ്ങിന് 2 ലിറ്റർ വീതം ഞാൻ ഒഴിക്കും. 2 ലിറ്റർ തടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കും. കവുങ്ങിനാണെങ്കിൽ 1 ലിറ്റർ മതി. 1 ലിറ്റർ മതിയാവും. ഇതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കൃഷി പരിപാലിക്കാൻ സാധിക്കും. ആദായം ഉണ്ടാകും. ചെലവ് 0 ബഡ്ജറ്റാണ്. 0 ബഡ്ജറ്റാണ്. പശു സാറിന് തന്നെ നമുക്ക് തന്നെ പശുവുണ്ട്. അതെ, പശുവൊക്കെ ഉണ്ട്. അതെല്ലാം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞാൻ എൻ്റെ കൃഷി ചെയ്തെടുക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും, ആദായം കിട്ടുന്നുണ്ട്. ഈ ജൈവവളം നമുക്ക് കൃഷിക്ക് തെങ്ങിന് മാത്രമാണോ ഉപയോഗിക്കാൻ? അല്ല, തെങ്ങിനും കവുങ്ങിനും ജാതിക്കും ഫലവൃക്ഷങ്ങൾക്കും ഒക്കെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിന് മാത്രമല്ല, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. വളരെ നല്ലതാണ്. ഈ മണ്ണിൽ പ്രകൃതിയിൽ തന്നെ ജീവാണുക്കളുണ്ട്. രാസവളങ്ങൾ ഇടുമ്പോൾ ഈ ജീവാണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ജീവാണുക്കൾ ചെയ്യുന്നതെന്നല്ലേ? ഈ ജീവാണുക്കൾ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ അബ്സോർബ് ചെയ്യും. നമ്മൾ ഈ രാസവള യൂറിയയിലൊക്കെ അമോണിയം ഇതിലൊക്കെ ഈ നൈട്രജനാണുള്ളത്. അപ്പോൾ നൈട്രജന് വേണ്ടിയാണ് നമ്മൾ ഈ രാസവളങ്ങളൊക്കെ ചെയ്യുന്നത്. NPK പോലുള്ള വളങ്ങൾ, NPK ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഇതിൽ അന്തരീക്ഷത്തിൽ ഈ നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജന് ഈ ജീവാണുക്കൾ അത് പിടിച്ചെടുത്ത് അബ്സോർബ് ചെയ്യും, മണ്ണിൽ അത് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഒരു സേവനം ചെയ്യുന്ന അണുക്കളെയാണ് നമ്മൾ രാസവളം ഇട്ട് രാസകീടനാശിനിയായിട്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയുള്ള പ്രയോഗമെല്ലാം ഒഴിവാക്കി ഇത് ചെയ്യുകയാണെങ്കിൽ ജീവാണുക്കൾ വളരെയധികം വർദ്ധിക്കും. ഒരു 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 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂൺ മണ്ണിനകത്ത് തന്നെ കോടാനുകോടി ജീവാണുക്കൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള സേവനമാണ് ചെയ്തു തരുന്നത്. അതിനെ നമ്മൾ നശിപ്പിച്ചിട്ട് കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് കെമിക്കൽ നൈട്രജൻ ഇടുകയാണ്. വടി കൊടുത്ത് അടി മേടിക്കും. അതാണ് ഇപ്പോൾ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓർഗാനിക് ആയിട്ട് വരിക, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും തന്നെ അതിനുള്ള വളങ്ങളും പ്രകൃതി തന്നെ അതിനുള്ള റെമഡികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതെല്ലാം നശിപ്പിച്ചിട്ട് നമ്മൾ രാസവളങ്ങളിലേക്ക് പോവുകയാണ്. ശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അതായത് ഈ രാസവളങ്ങളും കീടനാശിനികളും മണ്ണിൽ ചെന്നിട്ട് അത് സസ്യങ്ങൾ വലിച്ചെടുത്ത് അതിൽ കൂടെ നമ്മളത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങനെയുള്ള ആ രോഗങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് ഈ രാസകീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതിരുന്നാൽ പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ പോവുകയാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് മെച്ചം. സൈലന്റ് വാലിയുടെ താഴ്വാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന ഉറവ വെള്ളങ്ങളാണ് ഈ കാണുന്നത്, ഈ ചോലയിൽ കൂടെ ഒലിക്കുന്നത്. ഈ മഴക്കാലത്ത് ഈ ഭാവമൊന്നുമല്ല, വളരെ ശക്തമായിട്ടായിരിക്കും വെള്ളം ഒലിക്കുന്നത്. മഴ വരുമ്പോൾ വളരെ ശക്തമായിട്ട് വെള്ളം ഒലിക്കുന്നുണ്ടാവും.
ഇപ്പോൾ കുറച്ച് ശാന്തമായിട്ടാണ്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് ഇതിനകത്തൊന്ന് കുളിച്ച് കയറുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ഷീണവും ടെൻഷനും എല്ലാം അപ്രത്യക്ഷമാവും. അത്രയും ശുദ്ധമായ ഒരു ഉറവയാണല്ലേ ഇത്? അതെ അതെ, ഇത് യാതൊരു അശുദ്ധിയില്ല ഇതിനകത്ത്, അശുദ്ധിയില്ല, പൂർണ്ണമായിട്ട് സുരക്ഷിതമാണിത് വെള്ളം. ഞാൻ തിളപ്പിക്കുക പോലും ചെയ്യാതെ നേരിട്ട് എടുത്ത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് സേഫാണ്. അതായത് നമ്മളെ വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. തിളപ്പിച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ ഗുണം പോവേ ഉള്ളൂ. അതെ. തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഓല അത് ഒന്നുപോലും ഞാൻ കത്തിക്കാൻ ഉപയോഗിക്കില്ല, വീട്ടാവശ്യത്തിന് ഉപയോഗിക്കില്ല. അതെല്ലാം വളമായിട്ട് തന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ കാണാം, ഇത് ആ നേരത്തെ വീണ ഓലകളൊക്കെ ഓരോ ഓലയും 4, 5, 6 കഷ്ണമാക്കി മുറിച്ച് ഇതിൻ്റെ ചുവട്ട് ചുറ്റുപാട് വിടും. അപ്പോൾ എല്ലാ തെങ്ങുകൾക്കും ഞാനിത് ചെയ്യുന്നുണ്ട് മുറയ്ക്ക്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളം എന്നുള്ളത് കൂടാതെ ഈ കള അധികം പിടിക്കത്തില്ല, കള അധികം ഉണ്ടാവില്ല. ഇതിങ്ങനെ മൂടിക്കിടക്കുകയല്ല. അതാണ് അതിൻ്റെ മെച്ചം. അതെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തൊണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈർപ്പം മണ്ണിൽ നിലനിർത്തും. അതെ, ഈർപ്പം നിലനിർത്തും. അതൊരു വലിയ മെച്ചമാണ്. അപ്പോൾ നന ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് ഈർപ്പം തെങ്ങിന് ചുവട്ട് നിലനിൽക്കും. ഈ സപ്പോട്ടയിൽ ഇത്രയും തിങ്ങി കായകൾ ഫലങ്ങൾ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത് സസ്യസൗഖ്യമാണ് ഇതിന് തളിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി. അതേസമയം പച്ചക്കറിയിൽ 6 തുള്ളി ചേർക്കേണ്ട വെജ് ഗാർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുഴുക്കളെ പ്രതിരോധിക്കാനായിട്ട് 6 തുള്ളി വേണം. പക്ഷേ പക്ഷികളെയാണ് തന്നെ പ്രതിരോധിക്കാൻ 2 തുള്ളി ചേർക്കേണ്ടിയ സസ്യസൗഖ്യം എന്ന മരുന്ന് മതി. അത് തീർച്ചയായിട്ടും എന്നെയും കുറേ അത്ഭുതപ്പെടുത്തുന്നു. അല്ല, എനിക്കൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നിറയെ മയിലുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഇത്രയും താഴ്ന്നു കിടക്കുന്ന, അതായത് നല്ല താഴ്ന്നല്ലേ കിടക്കുന്നത്, ഇതിൽ നിന്ന് ഒന്ന് പോലും കൊത്തിയിടുകയോ കൊത്തി താഴെ കിടക്കുകയില്ല. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ഹിരോഷി പറഞ്ഞത്. സാധാരണ കർഷകരെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, മയിൽ കാണാനൊക്കെ നല്ലതാണ്, പക്ഷേ വലിയ ഉപദ്രവമാണ് അവർക്ക്. നല്ല ഉപദ്രവമാണ് ചെയ്യുന്നത്. അതെ, എനിക്ക് മയിലുകൾ വന്നിട്ട് ഇവിടെ എല്ലാം നിൽക്കും. അതിന് മരത്തേലൊക്കെ കയറും, പക്ഷേ ഒരു കാ പോലും ഇത് നശിപ്പിക്കാൻ സാധിക്കില്ല. അണ്ണാനും കിളികളൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ വന്നപ്പോൾ തന്നെ കിളികളൊക്കെ പറന്നു പോയിട്ടുണ്ട്. അവിടെ വന്നിരിക്കും, അവർ നോക്കും, ശ്രമിക്കും ഇത് തിന്നാനായിട്ട്. പക്ഷെ അവർക്ക് ഭക്ഷിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇപ്പോൾ ഭക്ഷിക്കുന്നില്ല, ഇപ്പം മനുഷ്യന് അത് ഭക്ഷിക്കുന്നതുകൊണ്ട് ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, അവർക്ക് കേടുള്ളതുകൊണ്ടാണ് അത് കഴിക്കാത്തതെന്ന് തോന്നും. അതെങ്ങനെയാണ് നമ്മൾ ഇത് ഇമ്മ്യൂൺ സിസ്റ്റം ഇതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് സസ്യങ്ങളിൽ ആൽക്കലോയിഡ്സ് ഉണ്ട്. അത് ഈ കീടങ്ങൾക്കും പക്ഷികൾക്കെതിരെയുള്ളൊരു പ്രതിരോധമാണ്. അതിനെ ആക്രമിക്കാതിരിക്കാൻ അതുണ്ടാകുന്ന ഒരു പ്രതിരോധം. പക്ഷേ എൻ്റെ ഈ മരുന്ന് സസ്യസൗഖ്യ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വെജ് ഗാർഡ് ഉപയോഗിക്കുമ്പോൾ ആ പ്രതിരോധത്തെ, ആൽക്കലോയിഡ്സിനെ അതിൻ്റെ ഉത്തേജിപ്പിക്കുക, വളരെയധികം ഇരട്ടികളായിട്ട് ഉത്തേജിപ്പിക്കുക. ഇത് ഹോമിയോയുടെ ഒരു പ്രത്യേക കഴിവാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിരോധം, ഒരു ആവരണം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇത് മണമാണോ, ടേസ്റ്റ്, അതിൻ്റെ രുചിയാണോ, ഏതോ ഈ പക്ഷികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതായത് അത് തന്നെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മളൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ചെടികൾ അതിനെ ആക്രമിക്കാൻ വരുന്നതിനെതിരെ ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ മരുന്നുണ്ടായി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പന്നികളുടെ ശല്യം നല്ലതായിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ മുറക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് പന്നികൾ വന്ന് പോകും. അത് കണ്ടല്ലോ, മണ്ണൊക്കെ കുത്തി ഇളക്കുന്നുണ്ട്, ഈ മണ്ണിരയൊക്കെ അത് തിന്നുന്നുണ്ട്. പക്ഷേ കവുങ്ങും തൈകളെയോ തെങ്ങും തൈകളെയോ ഒന്നും അത് നശിപ്പിക്കുന്നില്ല. അതിന് ഈ മുറക്കി ഞാൻ ഈ മരുന്ന് ഒഴിക്കുന്നതുകൊണ്ട് അത് മാറി നിൽക്കുക. കോഴിക്കോടിനടുത്ത് ഒരു കർഷകന് കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. കുരങ്ങ് ശല്യം. അപ്പോൾ ഓരോ ദിവസവും 10-60 കുരങ്ങുകൾ കൂട്ടമായിട്ട് വന്നിട്ട് അയാളുടെ തെങ്ങ കയറി തെങ്ങിൻ്റെ തേങ്ങ എല്ലാം പറിച്ചിടുക. അതൊരു കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് വെള്ളയ്ക്കൊക്കെ എറിഞ്ഞ് കളിക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം
കുരങ്ങുകൾ വരവ് നിർത്തി. സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു? പറഞ്ഞു. ഞാൻ അവിടെ ഇത് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ എത്തി. അവിടെ തന്നെ എന്നിട്ട് ഇത് നേരിൽ കണ്ടു. കുരങ്ങുകളൊക്കെ അവിടെ വരുന്നുണ്ട്, പക്ഷേ യാതൊരു ആക്രമണവും കാണിക്കുന്നില്ല. നമ്മൾ വിളകൾക്ക് ഒരു ആക്രമണം കാണിക്കുന്നില്ല. ഈയിടെ ഒരു കഴിഞ്ഞ മാസമല്ല 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു കർഷകന് അവിടെ ആനശല്യം. അപ്പോൾ അവർ ഈ മുറയ്ക്ക് എൻ്റെ ഈ ഗുഡലൂരുള്ളൊരു കർഷകനാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മുറയ്ക്ക് എൻ്റെ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ആനകൾ മാറി നിൽക്കുകയാണ്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് ഒരു മരുന്നിൽ നിന്ന്, ഒരു ജൈവ രീതിയിലുള്ള മരുന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? ഇത് തന്നെ ധാരാളമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് എനിക്കുണ്ട്. കേരളത്തുകാർക്ക് കപ്പ അല്ലെങ്കിൽ മരച്ചീനി വളരെ കാര്യപ്പെട്ട ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഈ സസ്യസൗഖ്യം ഉപയോഗിക്കാം. കപ്പയ്ക്ക് അല്ലെങ്കിൽ മരച്ചീനിക്ക് വരുന്ന ഒരു പ്രധാന ഇലരോഗമാണ് ഇല ചുരുളിച്ച. അപ്പോൾ ഇത് വല്ലപ്പോഴും ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇല ചുരുളിച്ച ഉണ്ടാവില്ല. ഇല ചുരുളിച്ച എന്ന് പറഞ്ഞാൽ അസുഖം മാറ്റിയെടുക്കും. സസ്യസൗഖ്യമാണ് അതിനൊഴിക്കുക. അതെ. അത് കുമിളി രോഗമാണ്. അത് 2 തുള്ളി മതി 1 ലിറ്റർ വെള്ളത്തിൽ. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഈ രോഗം ഉണ്ടാവില്ല. മരച്ചീനിക്കും ഫലപ്രദമാണ് സസ്യസൗഖ്യം. അതെ, സസ്യസൗഖ്യം. അതെ, നമുക്ക് ചെടികൾക്കും നമ്മൾ ഇത് ഉപയോഗിക്കാം. അതെ, ഇതിനെ ഈ ഒച്ചുകൾ നല്ലതായിട്ട് ആക്രമിക്കും, ഈ ഓർക്കിഡിനെയൊക്കെ. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വെജ് ഗാർഡ് ഒച്ചിനെയൊക്കെ വെജ് ഗാർഡ് ഉപയോഗിച്ചു കൊടുത്താൽ മതി. അതൊരു 2 ആഴ്ച കൂടുമ്പോൾ തളിച്ചു കൊടുക്കുക. നമ്മളെ പൂന്തോട്ടങ്ങളിലായിരുന്നാലും നമുക്ക് വെജ് ഗാർഡ് ഉപയോഗിക്കാം. ഫ്ലവേഴ്സിനും കുറച്ച് ഷൈനിങ്. വെജ് ഗാർഡ് ഉപയോഗിക്കുമ്പോൾ പുഴുക്കളെ അത് മാറ്റി, ഒച്ചു പോലെയുള്ള ഇത് ഉപദ്രവകാരികളായ കീടങ്ങളെയും അത് അകറ്റി നിർത്തിക്കൊള്ളും. ഈ വെറ്റില ഞാൻ കൃഷിയായിട്ടല്ല ചെയ്യുന്നത്. ഇതെൻ്റെ സ്വന്തം ആവശ്യത്തിന്. ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ അമിതമായിട്ട് അഥവാ കഴിച്ചെങ്കിലും ഇത് ഒരു ഇല എടുത്ത് വായിൽ ചവച്ച് കഴിഞ്ഞാൽ അത് ദഹനത്തിന് സഹായിക്കും. മുറുക്കാനായിട്ടാണോ? അല്ലെ, മുറുക്കാനായിട്ട് ഞാൻ പാക്കോ ചുണ്ണാമ്പോ ഒന്നും ചേർക്കില്ല. ഈ ഇല മാത്രം ഒരെണ്ണം എടുത്ത്, ഒരു തളിരില എടുത്ത് ഒന്ന് തുടയ്ക്കുക. അഥവാ വല്ല പുഴു ഒന്നുമില്ല ഇതിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. വേണമെങ്കിൽ ഒന്ന് കഴുകുക. എന്നിട്ട് ഇത് വെറുതെ ചവയ്ക്കുക. നീരിറക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഞാൻ മുഴുവൻ കഴിക്കും. ഇല മൊത്തത്തിൽ കഴിയും. അത് നമുക്ക് ആവശ്യമുള്ള ക്ലോറോഫില്ലും കിട്ടും. ഡൈജഷൻ ഈസി ആയിരിക്കും. ഇത് വെറ്റിലയെ പറ്റി ഒരു വളരെ താല്പര്യം ഉണർത്തുന്ന ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയതാണ്. ഇത് തിരൂർ വെറ്റില എന്നാണ് പറയുന്നത്. ഇതിന് ഇപ്പോൾ ഹിറോഷി ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ ഉടനെ അതിനൊരു പ്രത്യേക ഒരു സ്വാദുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു സ്ട്രോങ് ആയിട്ട് ഒരു എരിവ് അതാണ് എൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ. ഒരു എരിവുണ്ട്. ആ എരിവ് തിരൂർ വെറ്റിലയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് സാധാരണ വെറ്റിലയിലൊന്നും ആ എരിവ് കാണില്ല. ഇത് പണ്ടുകാലം മുതൽ പാകിസ്ഥാനിലേക്ക്, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ട്രെയിനിൽ തന്നെ ഇത് ബോർഡർ വരെ പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ട്രാൻസ്പോർട്ട് കയറ്റി അയക്കുമായിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തീർച്ചയായില്ല. പക്ഷേ പണ്ട് ഇത് പാകിസ്ഥാനിലേക്ക് മുറക്കി പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഇവിടെ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ, വള്ളികൾ ആവശ്യമുള്ളവർ ആവശ്യപ്പെടുക, ഞാൻ തരാം. തരാം. എൻ്റെ സ്വന്തം കൃഷി ആവശ്യത്തിന് കണ്ടെത്തിയ ഒരു ജൈവ മരുന്നാണ് സസ്യസൗഖ്യം എന്നത്. കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായ നല്ലവരായ ജനങ്ങളുടെ സഹകരണമാണ് ഈ മരുന്ന് ഇപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രചാരത്തിലായത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിൽ കൂടെ ഒരു സമ്മാനം കൊടുക്കുന്നതാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത് അവരിൽ ഓരോരുത്തർക്കും 5 ബോട്ടിൽ വീതം സൗജന്യമായി അയച്ചു കൊടുക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്ന 5 പേർക്കാണ് നമ്മളിത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അതിപ്പോൾ കേരളത്തിൽ എവിടെയായിരുന്നാലും നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. കേരളത്തിൽ എവിടെയും ഞങ്ങൾ അയച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇത്രയും ഫേമസ് ആക്കിയത് നമ്മുടെ പ്രേക്ഷകരായ കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്കുള്ള സമ്മാനമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്ന 5 പേർക്ക് നമുക്കിത് സൗജന്യമായിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ അവർ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ആ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊരു പരസ്യം കൂടി ആവുകയാണ് അല്ലേ? അത് കൂടാതെ 4 പേരോട് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക. മറ്റ് കർഷകർക്ക് അവർക്ക് കിട്ടിയ വിവരം, അവരുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ എല്ലാവർക്കും നമ്മുടെ കൃഷിയെ തന്നെ അത് ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സൗജന്യമായിട്ട് കൊടുക്കുന്നത് പോലും നമുക്കൊരു പരസ്യമായിട്ട് മാറുകയാണ്. അതായത് അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, വളരെ ഉപകാരം സാർ ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് തന്നതിനും ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് തന്നതിനും. ഓക്കെ.